അത് ഞാൻ എന്താ പരസ്യമായിട്ട് പറയുകയാണ്. അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അവർ അതിജീവിത അല്ലാതെ ഞാൻ പറയുന്നു, അവർ പരാതിക്കാരിയാണ്. വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ജോലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നായികയാക്കുകയാണെങ്കിൽ അത് പീഡനമാകില്ല. അത് വാഗ്ദാന ലംഘനം നടത്തുമ്പോൾ മാത്രം അതിനെ പീഡനം എന്ന് വിളിക്കുന്നു. ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആയിട്ടാണ് ഞാൻ അതിനെ. ഇത്തരത്തിൽ മീഡിയാസിനെ ഞങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് വാദിക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാഠ്യം പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടോ? ശ്രീനാദേവി കുഞ്ഞമ്മ പോലും പറഞ്ഞപ്പോൾ ഇന്ന ചാനൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വരുമ്പോൾ തന്നെ ഏത് ചാനലാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അതിൽ വലിയൊരു തിരിച്ചടി മാധ്യമരംഗത്ത് അവർക്ക് കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഏച്ചവ അല്ലെ, ഒരു അടൽച്ചൊള്ളി വന്നാൽ മാത്രമേ പ്രേക്ഷകരെ കിട്ടൂന്ന് വിചാരിക്കുന്ന 2-3 ചാനലുകളാണ് ഇവരൊക്കെ. അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രസ്തുത ചാനൽ ഇരകളെ തിരക്കി നടന്നൊരു കഥ കൂടി ഉണ്ടായിരുന്നു. മനഃപൂർവ്വം മുക്കി. അതെ, ആ ഒരു സെന്റൻസ് മുക്കി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു 3 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരോട് വളരെ സഹതാപവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവരെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളും എടുത്ത് ഉപയോഗിക്കുകയാണ്. ഞാനൊരു ദിവസം സരിനെ വിളിച്ചു. അപ്പൊ സരിനെ വിളിച്ചപ്പോ സരിൻ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം നിങ്ങൾക്കുള്ളത് ഞങ്ങള് ഉറപ്പായിട്ടും തന്നിരിക്കും. അവരെ അതിജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കടന്ന കൈയാണ്. അത് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ കൺവിക്ട് ചെയ്താൽ അതിജീവിതകൾ എന്ന് നമുക്ക് പറയാം. അതുവരെ ഇവര് പരാതിക്കാരാണ്, കംപ്ലൈനൻസ് ആണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്നത് കൊണ്ട് സത്യത്തിൽ അതിജീവിതമാരാകുന്ന അല്ലെങ്കിൽ ന്യായവും നീതിയും ഒക്കെ നിഷേധിക്കപ്പെടുന്ന പീഡനത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കോ ഒക്കെ ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു വലിയ സത്യമാണ് ഞാൻ ആ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇത് പൊളിറ്റിക്കലി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒന്ന് നിശബ്ദയാക്കാനും ഈ കേസിനപ്പം സുപ്രീം കോടതി വക്കീലിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയാക്കുമ്പം ശബരിമല കേസും മറ്റു കേസുകളൊക്കെ അതിലൊന്നും മുങ്ങിത്താഴുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യമാണ്. അല്ലാതെ അവരെ അറസ്റ്റ് ചെയ്താൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനമായി. മാത്രമല്ല 7514 എന്ന് പറയുന്ന സെക്ഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സെക്ഷൻ നിൽക്കത്തില്ല. സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ അതിജീവിതയെ അപമാനിച്ചു എന്ന തരത്തില് ഒരുപാട് വിമർശനങ്ങൾക്കിടയാക്കിയ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അതിജീവിത വീണ്ടും ഒരു പരാതി കൊടുത്തു ദീപ ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സുപ്രീം കോടതി അഭിഭാഷകയ്ക്കെതിരെ. അതുമായിട്ട് സംബന്ധിച്ച് നമ്മളൊരു ചർച്ച ഇതിനകം തന്നെ ചെയ്തതാണ്. പക്ഷേ ഇതിൽ അഡ്വക്കേറ്റിന്റെ വാദം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇവിടെ അതിജീവിതയുടെ മാന്യതയാണോ അതോ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും മാമിന്റെ ഒരു അഭിപ്രായം കൂടി കേൾക്കണം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും ലീഗൽ കൺസൾട്ടന്റുമായിട്ടുള്ള ജയചന്ദ്രൻ രാമചന്ദ്രൻ സാർ ആൻഡ് ഈ കേസിന്റെ പ്രധാന കക്ഷി ഇതായിട്ടുള്ള ദീപ ജോസഫ്, സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ്, അഡ്വക്കേറ്റ് ദീപ ജോസഫ്. 2 പേർക്കും സ്വാഗതം. ഓക്കെ, മാമിനോട് തന്നെ ആദ്യം ചോദിക്കട്ടെ. മാം, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് വന്ന വിഷ്വൽസ് കണ്ടതാണ്. അതിൽ മാധ്യമപ്രവർത്തകരുടെ ഒരു കടന്നുകയറ്റം ഒരു അതിര് വിട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിജീവിത പരാതി കൊടുത്തിരിക്കുന്നത് അവരെ രതിജീവിത എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, മൃതദേഹത്തിനോട് കാണിക്കേണ്ട ഒരു ഇതുപോലും കാണിക്കുന്നില്ല, അത്തരത്തിലുള്ള കുറച്ച് പരാമർശങ്ങളുമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് മാം അവിടെ സംഭവിച്ചത്? അശ്വതി, നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി എനിക്ക് ഈ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞ കുറെ കാര്യങ്ങള്, അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്ന് പലരും എന്നെ വിളിച്ചറിയിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് പച്ചയായ കുറെ സത്യങ്ങള്, സ്ത്രീകൾ നിയമം എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു പുരുഷനെ
എങ്ങനെയാണ് സമൂഹത്തിൽ ബലിയാടാക്കുന്നത് എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഞാൻ 2025 നവംബർ മാസം 27 രാവിലെ 7 മണിക്ക് ഒരു പോസ്റ്റ് ഇടുന്നത്. അതില് ആരുടെയും പേരുകളില്ല, ആരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഒന്നും, ആരിലേക്കും എത്തത്തക്ക വിധത്തിലുള്ള ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അത് ഈ ലോകം മുഴുവൻ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് താനും. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകട്ടെ, ഒരു സംഘടനയുടെ ഭാഗമാകട്ടെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെയോ എന്തിന്റെ തന്നെ ഭാഗമായാലും നമുക്കൊരാളെ നശിപ്പിക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി, ഒരു വ്യാജ കേസ്. അത് പ്രത്യേകിച്ച് അത് പീഡനമാകുമ്പോൾ, അത് റേപ്പൊക്കെ ആവുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ ആദ്യം അറസ്റ്റ് ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതാണ്. അപ്പോ മറ്റ് രാജ്യങ്ങളിലൊക്കെയാണ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ദെൻ അറസ്റ്റ്. അപ്പൊ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പുരുഷന്, അത് വ്യാജ പരാതി ആയാലും ശരിയായുള്ള പരാതി ആയാലും, ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പുരുഷൻ തന്റെ സത്യാവസ്ഥ തെളിയിക്കുക എന്നുള്ളത് ഒരു വലിയ കടമ്പ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ വ്യാജ പരാതികൾ വരുന്നത് കൊണ്ട് സത്യത്തിൽ അതിജീവിതമാരാകുന്ന, അല്ലെങ്കിൽ ന്യായവും നീതിയും ഒക്കെ നിഷേധിക്കപ്പെടുന്ന, പീഡനത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്കോ ഒക്കെ ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നൊരു വലിയ സത്യമാണ് ഞാൻ ആ പോസ്റ്റിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു വൈരാഗ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെയോ ഭാഗമായിട്ടാണ് എന്റെ പേര് അതിലേക്ക് വലിച്ചെഴുത്തത്. അപ്പോ എന്നെ വിശേഷിപ്പിക്കാൻ ധാരാളം കാര്യങ്ങളുള്ള സ്ഥിതിക്ക് അതൊന്നും പറയാതെ രാഹുൽ മാങ്കൂട്ടം കേസിൽ അതിജീവിതയെ അവഹേളിച്ച കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിജീവിത രതിജീവിതമൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കേസിലേക്ക് കൊണ്ടുവന്നത്? അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയോട് ഏത് കുട്ടിയാണെങ്കിലും, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒരു 3 പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് അവരോട് വളരെ സഹതാപവും സങ്കടവും ഒക്കെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവരെ ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളും എടുത്ത് ഉപയോഗിക്കുകയാണ്. ആ കുട്ടി ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്നെ നിങ്ങൾ ഇതിലേക്ക് വീണ്ടും, ഇതല്ലാതെ എന്തിനാണ് എന്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഈ കൊച്ചുമായിട്ട് കണക്ട് ചെയ്ത് ആ കുട്ടിയെ വീണ്ടും വീണ്ടും സമൂഹത്തിൽ മോശമാക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എനിക്കിപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ തന്നെയാണ് തോന്നുന്നത്. പാവം ഒരു പെൺകുട്ടി, അവള് എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത് സമൂഹവും കോടതിയുടെ മുമ്പിലുള്ള കേസിന് അവര് വിലയിരുത്തട്ടെ. പക്ഷേ എന്നും 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 ഞാനോ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ ആളുകളോ അല്ല, ഇവര് തന്നെയാണ് ആ കുട്ടിയെ ബലിയാടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് സാറിനും ആ അഭിപ്രായം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ പറയൂ സർ. സർ നമസ്കാരം. എനിക്കിവിടെ 2 ചെറിയ വിയോജിപ്പുകളുണ്ട്. ഒന്ന്, ദീപ ജോസഫ് അവരുടെ ഒരു മാന്യതയിൽ കുട്ടികൾ എന്ന് പറയുന്നു. ഇവരാരും കുട്ടികളല്ല, മാരീഡ് ആയിട്ടുള്ള മെച്യൂർ ലേഡീസ് ആണ്. അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അഫ്കോഴ്സ് അവരൊക്കെ എൻ്റെ പ്രായത്തിലൊക്കെ വെച്ച് നോക്കി എനിക്ക് അവരെ കുട്ടികളെന്ന് വിളിക്കാവുന്ന പ്രായമുള്ള സ്ത്രീകളായിരിക്കും. പക്ഷെ അവര് സ്ത്രീകളാണ്, മെച്യൂർ ആയിട്ടുള്ള സ്ത്രീകളാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവര്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഇവര് പറഞ്ഞിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 69 BNS. 69 BNS ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. 69 BNS വളരെ വ്യക്തമായിട്ട് പറയുന്നത്, whoever by deceitful means or by making promise to marry to a woman without any intention of fulfilling the same has sexual intercourse with her, such intercourse not amounting to the offense of rape shall be punished with imprisonment of either description for a term which may extend to 10 years and shall also be liable to fine. Deceitful means shall include
means shall include inducement for or false promise of employment or promotion or marrying by suppressing identity. ഞാൻ പറഞ്ഞത് ഓക്കെ, വ്യക്തമായോ? വ്യക്തമായി സർ, വ്യക്തമായി, അതെ. കൃത്യമായിട്ടും സർ. ഇതിനകത്ത് സെക്ഷൻ 69 പറയുന്നത് such sexual intercourse not amounting to the offense of rape എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കാനായിട്ട് ഉള്ള കാര്യം, ഇത് ടെക്നിക്കലി ഇത് പറയുമ്പോൾ ഒരു സ്ത്രീയെ മൊളസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ലേഡീസും പരാതിക്കാരും അതെ, അവരെ അതിജീവിതം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് കടന്ന കൈയാണ്. അത് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ കൺവിക്ട് ചെയ്താൽ അതിജീവിതകൾ എന്ന് നമുക്ക് പറയാം. അതുവരെ ഇവര് പരാതിക്കാരാണ്, കംപ്ലൈനൻസ് ആണ്. അവര് എല്ലാവരും മാരീഡ് വിമൻ ആണ്. അതെ, അപ്പോൾ ഒരു മാരീഡ് വുമണിനെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് കൊടുത്ത് വേറെ ഒരു പുരുഷൻ അവരെ പറ്റിച്ചു എന്ന് പറയുന്നത് ഒരു പരിഹാസ്യമാണ് സർ. കാര്യമല്ല. നിരവധി അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ തന്നെ അറിയായിരിക്കും. നിരവധി ഹൈക്കോടതികളും നിരവധി കേസുകളിൽ സുപ്രീം കോടതിയും ഈ ലോസ് മെന്റ് ടു പ്രൊട്ടക്ട് വിമനെ വെപ്പണൈസ് ചെയ്യുന്നതിനെതിരെ നിശിതമായി ഇതുപോലത്തെ പരാതിക്കാരെ വിമർശിച്ച കേസുകൾ അപ്പോൾ ഈ കേസിലും അതേ ഗതി തന്നെയാണ് ഈ കേസിനും അവസാനം വരാൻ സാധ്യതയുള്ളത്. പിന്നെ വി കനോട്ട് റൂൾ ഔട്ട് ദ പോസിബിലിറ്റി ഓഫ് ദി കംപ്ലൈനൻസ് വിത്ഡ്രോയിങ്. കാരണം ഇവർക്കെതിരെ വ്യാജപരാതി കൊടുത്തതിന് കേസൊക്കെ പിന്നീട് വന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പം എൽഡോസ് എന്ന് പറഞ്ഞ മുൻ MLA കേസിലെ പരാതിക്കാരി വിത്ഡ്രോ ചെയ്തു. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ആ കേസിലെ അതിജീവിത ഇപ്പൊ വ്യാജ പരാതിക്കാരിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ കേസിലെ അതിജീവിതന്മാര് നാളെ വ്യാജ പരാതിക്കാരായി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവരെ നമുക്ക് മാന്യമായി വിശേഷിപ്പിക്കാവുന്നത് പരാതിക്കാരെന്നാണ്. നമ്മൾ തമ്മിൽ നടത്തിയ ഒരു അഭിമുഖത്തിന് ശേഷം ഞാൻ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. അവരെ ഇതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും അവരതിനകത്ത് പറഞ്ഞിട്ടില്ല. അവര് ഓഫ് കോഴ്സ് ഒരു ഷാർപ്പ് ക്രിറ്റിസിസം നടത്തിയിട്ട്, പക്ഷേ അവര് പറഞ്ഞത് അതിലെനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പൊ തന്നെ തരാനുള്ളത്, സരിൻ വളരെ മോശമായിട്ട് ഒരു പോസ്റ്റ് സരിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത് കൊണ്ട് ഞാനൊരു ദിവസം സരിനെ വിളിച്ചു. അപ്പൊ സരിനെ വിളിച്ചപ്പോ സരിൻ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, 2 ദിവസത്തിനകം നിങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും സരിൻ എനിക്കെതിരെ FIR ഇടാനുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് പൊളിറ്റിക്കലി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒന്ന് നിശബ്ദയാക്കാനും, ഈ കേസിനപ്പം സുപ്രീം കോടതി വക്കീലിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയാക്കുമ്പം ശബരിമല കേസും മറ്റു കേസുകളും ഒക്കെ അതിലൊന്നും മുങ്ങിത്താഴുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത കാര്യമാണ്. അപ്പൊ അതിൽ എനിക്ക് പോലീസിനോട് ചോദിക്കാനുള്ളത്, ഒരു FIR ഇടുന്ന സമയത്ത് കൃത്യമായിട്ടൊരു അന്വേഷണം, ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അവരെതിരെ FIR ഇടാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട്സും ഇല്ല. അവരെ ചാർജ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ് വെച്ചിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് പറ്റില്ല. എല്ലാ സെക്ഷൻസും 7 വർഷത്തിന് താഴെ ആയതുകൊണ്ട് അവർക്ക് സ്റ്റേഷൻ ബെയിലിന് അർണേഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് ഷീസ് എൻടൈറ്റിൽഡ് ടു സ്റ്റേഷൻ ബെയിൽ. അല്ലാതെ അവരെ അറസ്റ്റ് ചെയ്താൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ ലംഘനമായി. മാത്രമല്ല 7514 എന്ന് പറയുന്ന സെക്ഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സെക്ഷൻ നിൽക്കത്തില്ല. ഒരു പുരുഷനെതിരെ മാത്രമേ 7514 ചാർജ് ചെയ്യാനൊക്കെ. ഈ 7514 ആണ് മാധ്യമങ്ങൾ ഒരുപാട് ഹൈപ്പ് ചെയ്ത് കാണിച്ചത്. ആ 7514 ആർക്കെതിരെ ചാർജ് ചെയ്താലും, ഞാൻ രാഹുൽ ഈശ്വറിന്റെ കേസിലും പറഞ്ഞു, അത് സ്റ്റേഷൻ ജാമ്യത്തിന് എൻടൈറ്റിൽഡ് ആണ്. ഇതൊക്കെ നോൺ ബെയിലബിൾ എന്ന് BNS എഴുതി വെച്ചിരിക്കുന്ന 7 വർഷത്തിന് മുകളിൽ ശിക്ഷയല്ലാത്ത എല്ലാ കേസും
അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ സുപ്രീം കോടതിയുടെ 2014 ജഡ്ജ്മെന്റോടുകൂടി സ്റ്റേഷൻ വേലബിൾ ആയി, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമേ അവരെ റിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞതനുസരിച്ച് അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ബെയിലിന് പോയി എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ബെയിലിനല്ല പോയത്. അഡ്വക്കേറ്റ് ദീപ ജോസഫ് പോയത് DK ബസു അറസ്റ്റ് ഗൈഡ് ലൈൻസും അർണേഷ് കുമാർ അറസ്റ്റ് ഗൈഡ് ലൈൻസും വിഹാൻ കുമാർ ജഡ്ജ്മെന്റിലെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഫേർണിഷ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസും ഒക്കെ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് കേരള സ്റ്റേറ്റിൽ വ്യാപകമായി ലംഘിക്കുന്നു എന്ന് വിൽഫുൾ ആയിട്ട് വിത്ത് ഇംപ്യൂണിറ്റി കേരള പോലീസ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി കേസുകൾ എനിക്കറിയാവുന്ന. അപ്പൊ അത് കാരണം ഒരു റിട്ടായിട്ട് അവർ പോയതാണ്. അതിനകത്ത് സുപ്രീം കോടതി കേസിന്റെ പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊന്നും ഹൈപ്പ് ചെയ്തും എക്സാജറേറ്റ് ചെയ്തൊക്കെ കാണിക്കാം. പക്ഷെ സുപ്രീം കോടതിയുടെ അതിൽ വിധിയുണ്ട്. വിധി ആ ജുറിസ്ഡിക്ഷനുള്ള ഹൈക്കോടതിയിലാണ് ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സുപ്രീം കോടതി കോർട്ട് ഫെൽറ്റ് കമ്പൽ ടു ക്ലാരിഫൈ ദാറ്റ് they are not going into the merits of the case. അത് എന്തുകൊണ്ട് why was the court constrained to clarify? Because the media was hyping some alleged observations made by the bench. അങ്ങനെ പറഞ്ഞു ദീപ ജോസഫ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് മീഡിയ ഹൈപ്പ് ചെയ്യണം. പക്ഷെ ഇതിനെക്കുറിച്ച് മീഡിയ വളരെ കൺവീനിയൻലി സൈലന്റ് ആയി. സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, we are clarifying that we are not going into the merits of the case. ഇത് ഹൈക്കോടതിയെ ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഈ മീഡിയ ഇത്രയും അഗ്രസീവ് ആയിട്ട് എന്നോട് പെരുമാറുന്നതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നു അതിലെ രണ്ടാമത്തെ പ്രെയർ മീഡിയയ്ക്ക് ഒരു ഗൈഡ് ലൈനും ഒരു കൺട്രോളും വേണം എന്നുള്ളതായിരുന്നു എന്റെ രണ്ടാമത്തെ പ്രെയർ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പോൾ മീഡിയാസ് കൂടുതലും പുറത്തുവിട്ട് നമ്മൾ കണ്ടത് ദീപ ജോസഫിന്റെ ഈ ഹർജി തള്ളി, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം തള്ളി, അല്ല അതിജീവിതയ്ക്കെതിരെയുള്ള അത്തരത്തിൽ ഒരുപാട് മീഡിയ ഹൈപ്പ് ചെയ്തത് സാർ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ മാത്രമായിരുന്നു. അല്ലാണ്ട് എന്തിനാണ് കേസ് കൊടുത്തത്, എന്താണ് സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഒരു മീഡിയയിലും വന്നിട്ടില്ല. അത് മാമായിട്ട് തന്നെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനഃപൂർവ്വം മുക്കി, അതെ, ആ ഒരു സെന്റൻസ് മുക്കി കേസ് തള്ളി എന്നുള്ളൊരു സെന്റൻസ് മാത്രം ഹൈപ്പ് ചെയ്തു. അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ റിട്ട് ഫയൽ ചെയ്ത സമയത്ത് പല മീഡിയയും, എനിക്കൊന്ന് മാതൃഭൂമി അടക്കമുള്ള പല മീഡിയയും പറഞ്ഞിരിക്കുന്നു ദീപ ജോസഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ എല്ലാ മീഡിയയും എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്. ഞാൻ എനിക്കൊന്നും പറയാനില്ല, കാരണം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മാറ്ററിനെ തുറന്ന് നേരത്തെ ഈ മീഡിയയ്ക്ക് വിചാരണയ്ക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല. അതുപോലെ എന്റെ ലോയർ അഡ്വക്കേറ്റ് വിൽസ് മാത്യൂസ്, അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത് കൂട്ടായ ഒരു തീരുമാനമായിരുന്നു, ഇത് കോടതിയിൽ വന്നിട്ട് മാത്രം അതിന് ശേഷം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ അതിനു മുമ്പ് തന്നെ മീഡിയ വിധിയും നടത്തി വിചാരണയും നടത്തി എന്നെ തൂക്കിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളൊരു സത്യമാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത് അതില്. ഉറപ്പായിട്ടും മാം. എന്തായാലും ഇവിടെ അതിജീവിത എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സാറ് പറയുന്നു. അത് നിയമപ്രകാരം അത് തെറ്റാണ്, പരാതിക്കാരി എന്ന് മാത്രം പറയണം എന്ന് പറയുന്നു. പക്ഷെ അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു കേസ് തന്നെ അപ്പോ പിന്നെ നിലനിൽക്കുമോ? ഇപ്പോ അതിജീവിതയെ അപമാനിച്ചു എന്ന് പറയുന്ന കേസ് അല്ലെങ്കിൽ പോലും നിലനിൽക്കില്ല. അവർ അതിജീവിത ആയിരുന്നുവെങ്കിൽ പോലും ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരു പരാമർശവും അപമാനിക്കുന്ന രീതിയിലില്ല. ഈ ഒരു വ്യക്തിയുടെ വിവാഹം കഴിച്ച ഒരു വ്യക്തി ഒരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടതിന്റെ ധാർമ്മികത അവര് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിപ്പോ അതിജീവിത തന്നെ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പരാതിക്കാരി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ വേറെ ഒരു പുരുഷന്റെ ഭാര്യയായിരിക്കുമ്പോൾ ഞാൻ ഈ വ്യക്തിയെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അവരെഴുതിയിരിക്കുന്നതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്തു അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അതിന്റെ ധാർമ്മികത അതിലുപരി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഭർത്താവ് തന്നെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്ന്. അത് വളരെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന, ഒരു പുരുഷ സമൂഹത്തിൽ വളരെ ഞെട്ടലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ കേട്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ നിർത്തിയ സ്ഥലത്തു നിന്ന് പറയട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഞാൻ പറഞ്ഞതുപോലെ
ഒരു വിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ പരപുരുഷനുമായി ബന്ധപ്പെട്ടതിന്റെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്തത്. അത് ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് ചോദ്യം ചെയ്യാണ്. അവര് വേണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തോട്ടെ. ഞാൻ പരസ്യമായിട്ട് ഞാനും അത് നമ്മളുടെ സമൂഹത്തിൽ അത് അൺഅക്സെപ്റ്റബിൾ ആണ്. ഉറപ്പായിട്ടും സർ. നമ്മുടെ സമൂഹത്തിന്റെ നീതിബോധത്തിനും മോറൽ സ്റ്റാൻഡേർഡ്സിനും ഒരാളുടെ ഭാര്യയായിരിക്കുമ്പോൾ വേറെ ഒരാളുമായി ബന്ധപ്പെടുന്നതും അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് അൺഅക്സെപ്റ്റബിൾ. അതേതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതും അൺഅക്സെപ്റ്റബിൾ ആണ്. നിയമപരമായി തെറ്റൊന്നുമില്ലെങ്കിലും ധാർമ്മികമായി അൺഅക്സെപ്റ്റബിൾ ആണ്. അത് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നെങ്കിൽ കേസ് കൊടുത്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അവർ അതിജീവിത അല്ലാതെ ഞാൻ പറയുന്നു, അവർ പരാതിക്കാരിയാണ്. അതിജീവിതയാണെന്ന് കോടതി അവർക്ക് അനുകൂലമായി ഒരു തീരുമാനമെടുത്താൽ അവർ അതിജീവിതയാകും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വെറും പരാതിക്കാരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്യൂസ്ഡ് എന്ന് മാത്രമേ നമുക്ക് പറയാനൊക്കുള്ളൂ. കുറ്റവാളി എന്ന് പോലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇവിടെ മാം പറഞ്ഞു. ഓക്കെ, ഇവിടെ മാം ആദ്യം പറഞ്ഞൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇവിടെ പീഡനം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ സ്വന്തം സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിനെ പീഡനമാക്കി മാറ്റുന്നത്, ഇതൊക്കെ ഓരോ വാഗ്ദാനങ്ങളുടെ പുറത്താണല്ലോ മാം നടക്കുന്നത്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, അല്ലെങ്കിൽ സിനിമ നായികയാക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, ജോലി കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനം, അങ്ങനെ നടത്തി പറ്റിച്ചു എന്നുള്ളൊരു ടേം അതെങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഒരു വാഗ്ദാനം അത് മീൻസ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ ജോലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നായികയാക്കുകയാണെങ്കിൽ അത് പീഡനമാകില്ല. അത് വാഗ്ദാന ലംഘനം നടത്തുമ്പോൾ മാത്രം അതിനെ പീഡനം എന്ന് വിളിക്കുന്നു. അത് പീഡനമാണോ അതോ വിശ്വാസവഞ്ചനയാണോ? അത് വിശ്വാസവഞ്ചനയാണ്. സത്യം പറഞ്ഞാൽ ആ സെക്ഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്യേണ്ടതാണ്. കാരണം ആ സെക്ഷൻ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്ന ഒരു ലൈസൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു സ്ത്രീക്ക് ഞാനിപ്പോ വലിയ ഒരു ഹൈ മോറൽ ഗ്രൗണ്ട് ഒന്നും എടുക്കുകയല്ല, പക്ഷെ ആ സെക്ഷൻ വെച്ചിട്ട് ഒരു പുരുഷനെ പീനലൈസ് ചെയ്യുകയാണെങ്കിൽ, വാഗ്ദാനം തന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഐശ്വര്യ ചോദിച്ചതുപോലെ വാഗ്ദാനം നടത്തി കൊടുത്താൽ ഓക്കെ, സിനിമയിൽ റോള് കൊടുത്തു, എല്ലാത്തിലും വേറെ എന്തെങ്കിലും സാധിച്ചു കൊടുത്തു എങ്കിൽ then it's okay, it's not rape. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്നെ വഞ്ചിച്ചതിന് 10 വർഷം ഞാൻ ജയിലിൽ പോകണം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആ സെക്ഷൻ എടുത്ത് കളയേണ്ടതാണ്. കാരണം അങ്ങനത്തെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണത്തിന്റെ ആവശ്യം പാടില്ല. സ്ത്രീകൾ പലപ്പോഴും ഈ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. പോക്സോ കേസ് പോലും ദുരുപയോഗപ്പെടുത്തുന്നു. അത് കോടതികൾ അതിനെക്കുറിച്ച് വളരെയധികം അവെയറുമാണ്. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ വരുമ്പോൾ കോടതികൾ അത് തള്ളിക്കളയുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നത്. ഒരു കേസ് ഞാൻ ഓർക്കുന്നില്ല ഏത് സ്റ്റേറ്റിലാണെന്ന്, ഗുജറാത്തിലോ യുപിയിലോ എവിടെയോ ആണ്. ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ ഒരു പെൺകുട്ടി ഒരാളെ ജയിലിൽ എത്ര നാള് കിടത്തി, അത്രയും ദിവസം ആ പെൺകുട്ടിയെ കോടതി ജയിലിൽ കിടത്തി. നമുക്ക് ഇതുപോലൊരു അല്ലെങ്കിൽ ഒരു നിയമ സാധുതയുണ്ട്. ഇപ്പോ കള്ളക്കേസ് കൊടുത്തിപ്പോ സാറ് പറഞ്ഞ പോലെ ഐശ്വര്യ അതിന് വകുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞതിനോട് തന്നെ കണക്ട് ചെയ്ത് പറയാം മാം. കണക്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, സാറ് പറഞ്ഞ അല്ലെങ്കിൽ ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയ ഈ സംഭവം ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പണവും പ്രശസ്തിയും ബുദ്ധിയും കുറച്ച് സൗന്ദര്യവും മാത്രമുള്ള പുരുഷന്മാരെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവമാണ് ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അല്ലാതെ ഇച്ചിരി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി ആവട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്നു ഇതൊക്കെ പണവും പ്രശസ്തിയുമുള്ള പുരുഷന്മാരെ മാത്രം തേടിപ്പിടിച്ച് വരുന്നൊരു വള്ളിക്കെട്ടാണെന്ന് വേണേൽ പറയാം നമുക്കിതിനെ. ഇത് അതിജീവിതയെ അപമാനിക്കൽ എന്നുള്ള രീതിയിലേക്ക് പോവുകയല്ല. പക്ഷെ പേഴ്സണലി എനിക്കും തോന്നിയിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ ആരാണ് ഈ പീഡനം എന്ന വാക്ക് യൂസ് ചെയ്യാനായിട്ട് അർഹരായിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. ഈ 3 പരാതിക്കാരും സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വാഗ്ദാനങ്ങളിൽ വീണവരാണ്. അവർ വിശ്വാസവഞ്ചനയ്ക്ക് ഇരയായി എന്ന് പറഞ്ഞിട്ടൊരു കേസാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചേനെ. അല്ലാണ്ട് പീഡനം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ എത്ര കുഞ്ഞുങ്ങളാണ്
ഒന്നും മനസ്സിലാവാത്ത പ്രായത്തിൽ. പക്ഷെ ഇവരൊക്കെ സാറ് പറഞ്ഞതുപോലെ മെച്ചുവേർഡ് ആയിട്ടുള്ള ലേഡീസ് ആണ്. അവർക്കറിയാം അവരുടെ നീഡ്സ് എന്താണ് എന്നുള്ളത്. ഇതിന്റെ അവരുടെ ഒന്നും അറിയാത്ത കുഞ്ഞു വാവകളൊന്നും അല്ല ഇവരാരും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ തീർച്ചയായും കേസിന്റെ ഒരു രീതി തന്നെ മാറ്റിയിട്ട് ഉറപ്പായിട്ടും കോടതി ഇടപെട്ടുകൊണ്ട് ഈ ഒരു വകുപ്പ് തന്നെ എടുത്ത് കളയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സാർ പറഞ്ഞതുപോലെ സാർ വ്യാജ സാറിന് പരാതി തോന്നുന്നുണ്ടോ ഈ കേസിൽ അതിജീവിതയായ ഒരുപക്ഷെ ഞാനായിരിക്കും എന്നാ തോന്നുന്നത്? കാരണം ഏതു നേരവും പീഡിപ്പിക്കപ്പെടുന്ന, മീഡിയ ആയാലും പീഡിപ്പിക്കപ്പെടുന്ന, ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വിവിധ ആളുകളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അതിജീവിതയാണ് ഞാനെന്ന് വേണേ പറയാം. തീർച്ചയായിട്ടും മാം. ഇപ്രാവശ്യം മാമിന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ മീഡിയാസിന് ഒരിക്കലും സാർ അതൊരു എൻ്റെ ഒരു സംശയം കൂടിയാണ്. ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു, ഇത്തരത്തിൽ മീഡിയാസിനെ ഞങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് വാദിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാഠ്യം പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് ഉണ്ടോ? ഇപ്പൊ മാം പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിനോടും കൈരളിയോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ കൈരളിയിലെ മാധ്യമപ്രവർത്തകരാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചേ പറ്റൂ എന്നവർ ശഠിക്കുന്നുണ്ട്. അപ്പൊ മാധ്യമങ്ങളുടെ ഒരു അതിർവരമ്പ് എവിടെ വരെയാണുള്ളത്? അവരോട് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു കാര്യമുണ്ടോ അവിടെ? പറഞ്ഞേ പറ്റുമെന്ന് മാധ്യമങ്ങൾക്ക് നിർബന്ധം പിടിക്കാനൊന്നും ഒക്കില്ല. ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നതിന് ലിമിറ്റ്സ് ഉണ്ട്. അവിടെ ഇവരെ തടഞ്ഞു വെക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഉറപ്പായിട്ടും. പക്ഷെ ആ അഡ്വക്കേറ്റ് ദീപ പറയൂ സർ. വിഷ്വൽസിൽ തടഞ്ഞു വെക്കുകയാണ്. അവരുടെ ഫ്രീ മൂവ്മെന്റിനെ അവിടെ തടയുകയാണ്. ഉറപ്പായിട്ടും. ഫ്രീ മൂവ്മെന്റിനെ റോങ്ഫുൾ റെസ്ട്രെയിന്റ് ആകുകയാണ്. അതൊരു BNS ഒഫൻസ് ആണ് 126. പിന്നെ നിത്യേന കൈരളി ഇവരെ പിന്തുടർന്നോ അല്ലെങ്കിൽ വേറൊരു ചാനലോ പിന്തുടർന്ന് ഇങ്ങനെ ചോദ്യം ചെയ്ത് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റോക്കിങ്ങും കൂടെ ആകും. BNS 78 വരെ. ഓക്കെ. അതെല്ലാം ക്രിമിനൽ ഒഫൻസുകൾ. മാധ്യമങ്ങൾ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേസമയം ഈ കേരള ഹൗസ് പോലത്തെ ഒരു പബ്ലിക് സ്പേസിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിന് റിക്വസ്റ്റ് ചെയ്യാനേ ഒക്കുള്ളൂ എന്റെ വീഡിയോ എടുക്കരുത്. നിയമപരമായിട്ട് നമ്മൾ ആരെങ്കിലും പോയാൽ ആർക്ക് വേണോ അവിടെ വീഡിയോ ഒക്കെ എടുക്കാം. അതൊരു പ്രൈവറ്റ് സ്പേസ് അല്ല. പക്ഷേ അവരെ പിന്തുടർന്ന് അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ശല്യപ്പെടുത്തിയാൽ അത് തീർച്ചയായിട്ടും അവരെ പ്രൊവോക്ക് കൂടെ ചെയ്യുകയാണ്. വേറെ ഓക്കെ. സെക്ഷൻസും ഉണ്ട് അതിനകത്ത്. ഓക്കെ. അപ്പൊ അത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നേരത്തെ ചോദിച്ചതിന് ഇത്തരം വ്യാജ പരാതിക്കാർക്കെതിരെ നിയമത്തിൽ കർശനമായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം നോൺ കൊഗ്നൈസബിൾ ഒഫൻസുകളാണ്. അത് ഓക്കെ. കൊഗ്നൈസബിൾ ആക്കേണ്ടതാണ്. പ്രധാനമന്ത്രിക്ക് ഞാൻ തന്നെ ഒരു സംഘടനയ്ക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ കൊടുത്ത ഒരു നിവേദനവും ഉണ്ട് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. കാരണം ഇതൊന്നും പോലീസിന് സ്വമേധ എടുക്കാറില്ല, കോടതി പറയും. ഇതെല്ലാം നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് കൊഗ്നൈസബിൾ ഒഫൻസ് ആക്കണമെന്ന് ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു മെമ്മറാൻഡം ഒരു സംഘടന പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ പോലീസിന് കേസ് എടുക്കാൻ ഒക്കില്ല. കോടതികൾ ചില കേസുകളിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് താല്പര്യവും കാണിക്കുന്നില്ല. എനിക്കറിയാവുന്ന കേരളത്തിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ്, റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസിനെതിരെ ഇതുപോലെ ഒരു കേസ് വന്നിട്ട് ആ കോടതി ഉത്തരവിൽ ഹി ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പരാതിക്കാരിയുടെ പരാതി തള്ളിയിട്ട് കോടതി വളരെ വ്യക്തമായിട്ട് ആ ജഡ്ജ്മെന്റിൽ ദി അക്യൂസ്ഡ് ഹാസ് ബീൻ വിക്ടിമൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ പരാതിക്കാരി വ്യാജ പരാതിക്കാരിക്ക് നടപടി എടുക്കണമെന്ന്. പക്ഷെ കോടതി അത് എന്തുകൊണ്ടോ എന്റർടൈൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോ നിയമപരമായിട്ട് നമ്മൾക്ക് വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് വകുപ്പാണ് നമുക്ക് ഇതിൽ അഫക്ട് ചെയ്യുക? വ്യാജ പരാതിക്കാർക്കെതിരെ വ്യാജ പരാതിക്കാർക്കെതിരെ KP ആക്ടിൽ 117D ഉണ്ട്. 117B. പോലീസ് ഓഫീസറുടെ അടുത്ത് അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഓക്കെ. പോലീസിന് ആ വകുപ്പ് ചാർത്തി പോലീസ് പല കേസുകളും എടുത്തിട്ടുണ്ട് 117D. പക്ഷെ അതിന്റെ കൂടെ തന്നെ പോലീസിന് നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള 227ഉം 228ഉം ആഡ് ചെയ്യാം BNSന്റെ. ഓക്കെ. തീർച്ചയായിട്ടും. മാമിനോട് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. അന്നത്തെ ദിവസം അവിടെ നടന്നത്, ഇപ്പൊ പരാതിക്കാരി വീണ്ടും പറയുന്നത് അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഒരു പരാതി കൊടുത്തിരിക്കുന്നത്.
മാത്രമല്ല അന്നത്തെ ദിവസം മാം ഈ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരുടെ നേരെ കയ്യേറ്റ ശ്രമം നടത്തി എന്ന രീതിയിലും KUWJ മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും ആ വിഷ്വല് കണ്ട എനിക്കുൾപ്പെടെ, ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, എനിക്ക് എന്തായാലും പേഴ്സണലി തോന്നിയത് കൃത്യമായിട്ടും ഒരു ലേഡി എന്നുള്ളൊരു ഇത് പോലും തരാതെ, പരിഗണന പോലും തരാതെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാണ് തോന്നിയത്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവർ ചെയ്ത ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ രീതിയിൽ എനിക്ക് പറ്റുന്നില്ല. അന്നത്തെ ദിവസം കണ്ടത് ഒരു സ്ത്രീ എന്ന പരിഗണന, സ്ത്രീ അല്ല ഏത് പരിഗണനയാണെങ്കിലും ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അന്നത്തെ ദിവസം ചെയ്തത്. പക്ഷെ മൈക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, അത്തരത്തിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? മൈക്ക് പിടിച്ചു വാങ്ങാനല്ല, എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ മൈക്കുകളെല്ലാം കണ്ടപ്പോ ഈ ചെന്നായ്ക്കളെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ആരോട് എന്താ പറയണ്ടേന്ന്. കാരണം ഈ കുട്ടി എന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ ഷി വാസ് ട്രൈങ് ടു ഡിഫാം അല്ലെങ്കിൽ അത് ഹറാസ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിക്കുന്നു, കൊച്ചെ നീ എന്താ പറയണേ? അപ്പൊ ഇതിനെല്ലാം ഈ കൈരളിയിലെ ആ കുട്ടി പറയുന്ന സമയത്തെല്ലാം ഇപ്പുറത്ത് നിന്ന് റിപ്പോർട്ടറിലെ ആ പയ്യൻ എന്നെ വല്ലാതെ ടോർച്ചർ ചെയ്യാണ്. ടോർച്ചർ എന്നല്ല, ഇല്ല അത് കൊടുക്കണം എന്ന് സംസാരിച്ചില്ലെന്നാ, നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് സംസാരിച്ച, നിങ്ങൾ വേറെ ആരോട് സംസാരിക്കണം, നിങ്ങൾ അങ്ങനെ. എനിക്കറിയില്ല എന്താ ഞാൻ പറയണ്ടേന്ന്. പക്ഷെ എനിക്ക് കാരണം ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ തുടക്കം മുതലേ, കാരണം കുറച്ച് എന്താ ഞാൻ ഇപ്പൊ എന്തേലും പറഞ്ഞാൽ അത് വേറായി പോകുന്നൊരു പേടിയാ. ആ ഒരു ഏച്ചവ അല്ലേ, ഒരു അടൽച്ചൊള്ളി വന്നാൽ മാത്രമേ പ്രേക്ഷകരെ കിട്ടൂ എന്ന് വിചാരിക്കുന്ന 2-3 ചാനലുകളാണ് ഇവരൊക്കെ. അല്ല, തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രസ്തുത ചാനൽ ഇരകളെ തിരക്കി നടന്നൊരു കഥ കൂടി ഉണ്ടായിരുന്നു. കൃത്യമായിട്ടും പറഞ്ഞ ശ്രീനാദേവി കുഞ്ഞമ്മ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിജീവിതയാകാവോ, ഞങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ചരിത്രം വരെ നമ്മൾ, പക്ഷെ അതെല്ലാം മൂടപ്പെട്ടു, അതെല്ലാം മുന്നോട്ട് വന്നില്ല. അപ്പൊ ഇതിനകത്ത് ഇവരെന്തേലും പറയുന്നതിനകത്ത് ഒരു സ്ത്രീയെയോ പുരുഷനെയോ അല്ലെങ്കിൽ ഒരു കാര്യമോ കാരണമോ സഹിതം ഇവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ അകത്തും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരു ഏച്ചവയുണ്ടാവും ഇവർക്ക്. അതില്ലാതെ ഇവർക്ക് ചാനലില്ല, അതില്ലാതെ ഇവർക്ക് പ്രേക്ഷകരില്ല, അതില്ലാതെ ഇവർക്ക് സമ്പാദ്യവും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തില് ഞാൻ ശരിയാണ്, ആ ചാനലില് എല്ലാം ഒരുപോലെ ഇരുന്നു മൈക്കുകള്. അപ്പൊ ഇത് ആരുടെ ചാനലാണ് ഇത് എന്ന് നോക്കാൻ ഞാൻ മൈക്ക് നോക്കിയിട്ട് ഞാൻ മൈക്ക് മാറ്റിക്കളഞ്ഞു. അത് കൈരളിയുടെയും റിപ്പോർട്ടറിന്റെ ചാനലിന്റെ മൈക്ക് ഞാൻ തട്ടിക്കളയുക, ആരുടെയും മേത്ത് ഞാൻ തൊടുവോ അല്ലെങ്കിൽ ആരെയും ഞാൻ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത്രയ്ക്കൊക്കെ വിവരമുണ്ട്. ആ മൈക്ക് ഞാൻ തട്ടി മാറ്റി, എന്റെ മുഖത്തേക്ക് കൊണ്ടുവന്ന മൈക്ക് ഞാൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ അതെന്നെ മനഃപൂർവ്വം നിങ്ങൾക്ക് വിഷ്വൽസിൽ കാണാം, ആ സ്ത്രീ എന്റെ മുന്നിലേക്ക് എപ്പോഴും മൈക്കുമായിട്ട് വരുന്നു, ഒപ്പം റിപ്പോർട്ടറിന് ഒരു മൈക്കും നീണ്ടു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കൈകൊണ്ട് ഞാനിങ്ങനെ വളരെ സൗമ്യ മനസ്സോടെ തന്നെ കൈകൊണ്ട് തട്ടിക്കളയുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. അല്ലാതെ പിന്നെയാണ് ഞാൻ കാണുന്നത് ഈ ഒരു സംഘടന അവരെ ഉപദ്രവിച്ചു, അതിന്റെ എല്ലാം പിന്നിൽ ഈ മെസ്സേജുകളെല്ലാം പോകുന്ന ഒരു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ സുഭാഷ് ചന്ദ്രനാണ് ആ ഗ്രൂപ്പുകളിൽ ഒരു മീഡിയ ഗ്രൂപ്പില് ഈ മെസ്സേജുകളെല്ലാം സ്പ്രെഡ് ഔട്ട് ചെയ്തതും എല്ലാം അദ്ദേഹമാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇന്നലെ കണ്ടു, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നു, ED വന്നതുപോലെ കയറി പോകരുത്, സഖാക്കളെ നമുക്ക് പിണറായി വിജയന് പുതിയ വീട് പണിത് കൊടുക്കാമെന്നൊക്കെ ഒരു അഭിഭാഷകൻ ഇരുന്ന് പബ്ലിക്കായിട്ട് ഒരു വലിയ ഒരു കലാപത്തിനുള്ള കാഹളധ്വനി മുഴക്കുന്നതും അദ്ദേഹത്തെ 1-2 ചാനലൊക്കെ സ്പോട്ട് ചെയ്തതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോ ഇത് മനഃപൂർവ്വം എന്നെ, കാരണം ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 2018 മുതൽ ഞാൻ ഈ ഒരു പീഡനം അനുഭവിക്കുന്ന ഒരാളാണ്. വളരെ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ചാനലുകളൊക്കെ ഇയാൾ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേപ്പറുകളിലൊക്കെ മനോഹരമായിട്ടാണ് എന്നെ കുറിച്ച് ഇതുണ്ടാക്കണേ. ഇനി എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. നിമിഷപ്രിയ കേസില് ഞാൻ അതിനൊരു ആക്ഷൻ കൗൺസിലിന്റെ വൈസ് ചെയർ ആയിരുന്നു. ഇദ്ദേഹം വെറും ഒരു മെമ്പർ മാത്രമായിരുന്നു അതില്. അപ്പൊ എന്നോടാണ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കോടതിയെ സമീപിക്കാൻ. പക്ഷെ പിറ്റേ ദിവസം ഞാൻ ഡ്രാഫ്റ്റും ഒക്കെ ആയിട്ട് അദ്ദേഹം കോടതിയിൽ പോയി. ഞാൻ ആ കോടതിയിൽ എല്ലാ ഹിയറിങ്ങിനും ഞാൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഒരു പ്രാവശ്യം കോടതി ഗെറ്റ് ഔട്ട് അടിക്കുന്ന സമയത്തും ഞാനുണ്ട്. ഇയാൾ അപ്പോളജി പറഞ്ഞ കോടതി നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ. പക്ഷെ ഒരിക്കലും എന്റെ പേര് അപ്പിയറൻസിൽ മാർക്ക് ആയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ നമ്മൾ പേരിന് വേണ്ടിയിട്ടല്ല പോയെന്നുള്ളതാണ് വേറൊരു സത്യം. അത് കഴിഞ്ഞിട്ട് ഫണ്ടിന്റെ കാര്യത്തില് എനിക്കൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൽ ഒരു 70,000 rupees നമ്മൾ കളക്ട് ചെയ്ത് സേവ് നിമിഷപ്രിയയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
തലപ്പത്തിരിക്കുന്ന 3 പേരാണ് ഇതിന്റെ, അല്ലെങ്കിൽ ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട 3 പേരാണ് ഈ അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റീസ്. ഒന്ന്, നമ്മളെല്ലാരും അറിയും, കൈരളി ചാനലിന്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു അദ്ദേഹം, മൂസ മാസ്റ്റർ. 2, നമ്മുടെ നെന്മാറ MLA ആയിരുന്ന ബാബു. 3, കോഴിക്കോട് ഒരു പത്ര വിതരണമൊക്കെ നടത്തുന്ന ഒരു കുഞ്ഞഹമ്മദ്. ഇവര് 3 പേരാണ് എന്റെ സൈനിങ് അതോറിറ്റി. എന്നിട്ട് ഇവര് പ്രചരിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, അഡ്വക്കേറ്റ് സുഭാഷ് അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്നത് ഞാൻ പൈസ വെട്ടിമാറ്റി എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു എന്നൊക്കെയാണ്. അപ്പൊ ആർക്ക് വേണേലും ആരെ വേണേലും എന്റെ അക്കൗണ്ട് പരിശോധിക്കാൻ പറഞ്ഞു വിടാവുന്നതാണ്. അതിൽ 1 രൂപയെങ്കിലും ഈ പറയുന്ന നിമിഷപ്രിയ ഫണ്ടിൽ നിന്നാണ്, അല്ലെ അതിലേക്ക് ശേഖരിക്കപ്പെട്ട പൈസ എന്റെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് എടുത്തോണ്ട് പോകാവുന്നതാണ്. എന്റെ പലിശ കൂട്ടി കേട്ടോ, ചുമ്മാ എടുക്കുന്ന പലിശയും കൂടെ കൂട്ടി ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ അഡ്വക്കേറ്റ് സുഭാഷ് ആയിരുന്നു ഏറ്റവും മുന്നിൽ നിന്നത്. ഇപ്പോഴും അത് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എനിക്കതുകൊണ്ട് സന്തോഷമുള്ളൂ. കാരണം കുറച്ചുകൂടെയൊക്കെ ആളുകളിലേക്ക് എത്താനായിട്ട്, എന്റെ റീച്ച് കൂട്ടാനായിട്ട് അദ്ദേഹം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ തന്നെ ഇതിന് മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വർഷക്കാലമായെന്ന് തോന്നുന്നു, മോഹൻലാൽ എന്ന് പറയുന്ന പ്രമുഖ നടന്റെ നേരെ ഇതുപോലെ തന്നെ മൈക്ക് നീട്ടി അദ്ദേഹത്തിന്റെ കണ്ണിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് സ്നേഹത്തോടു കൂടി ഇതുപോലെ പറയുന്നതും, അതിനുശേഷം മോഹൻലാലിന് കിട്ടിയ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാലിന് നേരെ മൈക്ക് നീട്ടി അത് കണ്ണിൽ കൊണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്ത അതേ ആളുകൾ തന്നെയാണ് ഒരു വനിതയ്ക്ക്, ഒരു ലേഡിക്ക് നേരെ വളഞ്ഞിട്ട് മൈക്ക് കുത്തി മുഖത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. പക്ഷെ അവരത് തള്ളി മാറ്റിയപ്പോൾ മാത്രം ഇത് വലിയൊരു ഇഷ്യൂ ആയി. മോഹൻലാൽ അത് സ്നേഹപുരസ്സരം തള്ളി എന്നുള്ളൊരു ഹെഡ്ലൈൻ വാർത്തയുമായി. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഒരു വാർത്തയെ രണ്ടാക്കി മാറ്റാം. അവിടെ മോഹൻലാൽ ആയിരുന്നപ്പോൾ ആഹായായിരുന്നു, ഇവിടെ ദീപ ജോസഫ് വന്നപ്പോൾ ഓഹോയാണെന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് കൃത്യമായിട്ടും ഇത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളുടെ ഒരു കടന്നുകയറ്റം ശരിക്കും ഒരു കടിഞ്ഞാണിടേണ്ട അവസ്ഥ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയെ ഞാൻ സമീപിച്ചത് ഈ 2 കാര്യങ്ങൾക്കായിരുന്നു. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോ വേറെയാണ് പുറത്തു വന്നത്. സത്യം എന്നും അല്ലെ, സത്യം ചെരിപ്പിട്ട് അല്ല അങ്ങനെയല്ല, സത്യം ചെരിപ്പിടുമ്പോഴത്തേനും കള്ളം ലോകം ചുറ്റി വരുമെന്ന്. അത് തന്നെ. അതെ, ഈ പ്രസ്തുത ചാനൽ തന്നെ കഴിഞ്ഞ ദിവസം മറ്റ് വ്യാജ വാർത്തകളിൽ പ്രശസ്തമാണ് ഈ ചാനല്. ഇപ്പോൾ കൈരളിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇപ്പൊ ജനൻ TV ആണെങ്കിലും അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. പക്ഷെ റിപ്പോർട്ടർ നിഷ്പക്ഷം എന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ നിഷ്പക്ഷത ഏത് പക്ഷത്താണെന്ന് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും KK രമ എന്ന് പറയുന്ന അർത്ഥം അറിയത്തില്ലാഞ്ഞിട്ടായിരിക്കും ഐശ്വര്യ. അവരുടെ നിഘണ്ടു വേറെ ആയിരിക്കും. നമുക്കറിയാത്ത ഒരു പുതിയ നിഘണ്ടു അവർ ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കഴിഞ്ഞ ദിവസം KK രമ MLA-ക്കെതിരെയും അവര് TP ചന്ദ്രശേഖരൻ, KK രമ ഇതിനെ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തു. അത് അവര് കൃത്യമായിട്ട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടും വ്യാജ പരാതിക്കെതിരെ പരാതി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ MLA പോലും തയ്യാറായിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്താണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇത്രയും ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവേണ്ട കാര്യം തന്നെയാണ്. ഇത്തരം വ്യാജ വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നതിന് എതിരെ ഒരു പരാതി അല്ലെങ്കിൽ റിട്ടുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അതിന് കൃത്യമായിട്ടും ജയചന്ദ്രൻ സാറിനെ പോലെയുള്ള ആളുകളുടെ ഹെൽപ്പ് കൂടി നമുക്ക് ആവശ്യമാണ് അതിൽ. ഉറപ്പായിട്ടും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ ഒരു വിയോജിപ്പ് കൈരളിയോടും News 24-നോടും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിനോടും ഞാൻ എന്റെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച സമയത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് അവരെല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഉത്തേജനവും എനിക്കൊരു പ്രോത്സാഹനവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന സമയത്താണ്. കാരണം ഞാൻ പ്രതികരിച്ചിട്ടും ഒരു സത്യത്തിന് കൂട്ടു നിന്നിട്ടും ഞാൻ ശിക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായ സമയത്താണ് ഈ ഇത്രയും നാടിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ പ്രസ്തുത ചാനലിനോടുള്ള അവരുടെ വിയോജിപ്പും എന്നോടുള്ള അവരുടെ ആ ഒരു അഭിപ്രായവും എന്താ പറയാ, ഒരു ഐക്യദാർഢ്യവും ഒക്കെ അവരെന്നോട് പ്രകടമാക്കിയത്. ഉറപ്പായിട്ടും ഇവിടെ പല വ്യാജ വാർത്തകളുടെയും, ഇപ്പൊ ശ്രീനാദേവി കുഞ്ഞമ്മ പോലും പറഞ്ഞപ്പോ ഇന്ന ചാനൽ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ പ്രസ്തുത ചാനൽ വ്യാജ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് വരുമ്പോ തന്നെ ഏത് ചാനലാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങി. പേര് പരാമർശിക്കേണ്ട ആവശ്യം പോലുമില്ല. കൃത്യമായിട്ടും ഇന്ന ചാനലാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ അധപ്പതിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലും വലിയൊരു തിരിച്ചടി മാധ്യമരംഗത്ത് അവർക്ക് കിട്ടാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് പക്ഷെ ഇതൊരു റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിലും അവര് തന്നെ കുത്തിയ കുഴിയിൽ അവര് തന്നെ വീണു എന്ന് വേണം പറയാൻ.
എന്തായാലും അതിജീവിത വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. അതിജീവിത എന്ന് ഞാൻ പറയുമ്പോൾ സാറിനൊന്നും തോന്നരുത്. നമ്മളിപ്പോ കൂടുതലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അത് അതിജീവിത എന്നുള്ളതായതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവാനാണ് അതിജീവിത എന്ന് പറയുന്ന വേർഡ് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നത്. തിരുത്തി പരാതിക്കാരി എന്ന് പറയണം. ഉറപ്പായിട്ടും സാർ. കുറച്ചുനാള് അത് കഴിയുമ്പോൾ കോടതിയും മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും മെൻഷൻ ചെയ്തത് അത് തന്നെയാണ്. ഈ പേര് കംപ്ലൈനന്റ് എന്ന പേര് തന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്. എനിക്ക് തോന്നുന്നു നമുക്കും അത് തന്നെ ഫോളോ ചെയ്യാം. ഈ ഉറപ്പായിട്ടും പരാതിക്കാരിയായ ഇതൊരു മാറ്റാവട്ടെ. ഒരു കാരണവശാലും ഞാൻ ഒന്നും പറയാൻ തയ്യാറല്ല. കാരണം തെറ്റുകൾ ആർക്കും പറ്റാം. അപ്പൊ അതുകൊണ്ട് കോടതിയുടെ ഇത് കീഴിലായിരിക്കുന്ന ഒരു കേസില് കോടതി നിശ്ചയിക്കട്ടെ ആരാണ് അതിജീവിത, അല്ലെങ്കിൽ ആരാണ് പരാതിക്കാരി, ആരാണ് കുറ്റക്കാരി, അല്ലെങ്കിൽ കുറ്റക്കാരെന്നൊക്കെ കോടതി വിധിക്കട്ടെ. അതിന് മീഡിയ അതിന് മുന്നോട്ട് പോവാതെ അത് കോടതിക്ക് അത് നമുക്ക് വിട്ടുകൊടുക്കാം. ആ ഒരു സാവകാശം നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഇനിയും ഇതിന്റെ പേരിൽ ഞാൻ പീഡനം അനുഭവിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാം ഇതിനൊരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇപ്പോ വീണ്ടും? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പം അത് സാറിനറിയാം, ഇപ്പൊ പറയാതിരിക്കുന്നതായിരിക്കും സാർ അല്ലേ നല്ലത്. നിയമ നടപടിയുമായിട്ട് നമ്മൾ പോകുന്നത് എങ്ങനെ, ഏത് വിധത്തിൽ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ചർച്ച നമുക്ക് ഉറപ്പായിട്ടും സംഘടിപ്പിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതൊരു പോരാട്ടം തന്നെ ആവട്ടെ. നമ്മൾ ഇവിടെ നിന്നൊരു തുടക്കം കുറിക്കുകയാണ്. അതിജീവിത എന്ന പദം നമ്മൾ മാറ്റി വെക്കുന്നു. പരാതിക്കാരി എന്ന വീടിലേക്ക് നമ്മൾ ഈ ചാനൽ വഴി ഇതിന്റെ ഒരു തുടക്കം കുറിക്കുക കൂടിയാണ്. തുടക്കമാകട്ടെ ഐശ്വര്യ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു. കൂടുതൽ അപ്പൊ നന്ദി ഐശ്വര്യ, ഇങ്ങനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനും ഞങ്ങളുടെ അഭിപ്രായം. കാരണം എനിക്ക് തോന്നുന്നു എന്നെ ഇത്ര തുറന്ന് എന്നോട് ചോദിച്ചതും എന്റെ ഒരു അഭിപ്രായവും എന്റെ സങ്കടവും എന്റെ വിഷമവും അതുപോലെ തന്നെ ഞാൻ പോയ വഴികളും ഒക്കെ ഒരു തിരിച്ചറിഞ്ഞ് എന്നോട് ഇത്ര ഓപ്പൺ ആയിട്ട് ഒരു ചർച്ച നടത്തുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ എന്തായാലും ഐശ്വര്യക്ക് എന്റെ നന്ദിയും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ഞാൻ തരുന്നു. ഉറപ്പായിട്ടും മാം എന്റെ അതേ അഭിപ്രായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ് ഇവിടെ ഞങ്ങൾ. ഉറപ്പായിട്ടും മാമിനൊപ്പം ഉണ്ടാകും. അതിജീവിതയ്ക്കൊപ്പമാണ് ഞങ്ങളും. യഥാർത്ഥ അതിജീവിതയ്ക്കൊപ്പം, വ്യാജ അതിജീവിതയ്ക്കൊപ്പം അല്ല. താങ്ക് യു മാം. ഓക്കെ സാർ, ഒത്തിരി നന്ദി സാർ.